ഹായ് കൂട്ടുകാരെ, നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. എൻ്റെ കസ്റ്റാർഡ് ആപ്പിളാണ്. വിളഞ്ഞ് വന്ന് 2-3 എണ്ണമേ പിടിച്ചിട്ടുള്ളൂ. എന്നാലും കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുണ്ട്. ഇതെൻ്റെ ആദ്യമായിട്ട് ഞാൻ നട്ട കുരുമുളക് തൈ. രണ്ടെണ്ണമല്ല 4 റംബൂട്ടാനുണ്ട്, പിന്നെ കറ്റാർ വാഴ ഉണ്ട്. റംബൂട്ടാനൊക്കെ വളർന്ന് ഇത് എൻ്റെ മൈലാഞ്ചിയാണ്. മൈലാഞ്ചി ഇത് ഞാൻ വിത്തുകൾ പാവി ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചേക്കുകയാണ്. എല്ലാം ഒന്ന് സെപ്പറേറ്റ് നടണം. കുറച്ച് തൈകളേ ഉള്ളു, ബാക്കിയെല്ലാം ഞാൻ കൊടുക്കുകയും ചെയ്ത്. ഇത് തൈകൾ പിരിച്ച് വഴുതനങ്ങ തൈയൊക്കെ പിരിച്ച് നട്ടു വെച്ചിരിക്കുകയാണ്. എല്ലാം ഉണ്ട്. ഇത് കഴുത്തങ്കായാണ്. കഴുത്തങ്കായും പിരിച്ച് നട്ട് പന്തലൊക്കെ ഇട്ട് നിർത്തിയിരിക്കുകയാണ്. കാടും കയറി കിടപ്പുണ്ട് കുറച്ചൊക്കെ. കാടെടുക്കും വരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതെൻ്റെ വള്ളി ഓറഞ്ച് സർവത്തും 2 തൈയുണ്ട്. പിന്നെ മഞ്ഞളുണ്ട്, പിന്നെ പയറുണ്ട്. പയറൊക്കെ ഇഷ്ടംപോലെ പിടിച്ച്. പയർ പക്ഷേ ഉറുമ്പരിക്കും പുഴു തിന്നലുമാണ്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് 2 തൈ നട്ടിട്ടുണ്ട്. അതും പന്തലല്ല, വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇവിടെ മുളകും തൈ നട്ടിട്ടുണ്ട്, പാവൽ നട്ടിട്ടുണ്ട്. മുളകും തൈ ഇങ്ങനെ വരിക്ക് എടുത്ത് നട്ടിട്ടുണ്ട്. വരിക്കാണ് നട്ടേക്കണത്. എല്ലാം പിടിച്ച് വന്നില്ല, സെപ്പറേറ്റ് പിരിച്ച് നട്ടതേ ഉള്ളൂ. ഇതെൻ്റെ പിന്നെ പേരയ്ക്കയാണ്. പേരയ്ക്ക പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്, കായൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് സവാള, ഇത് കറ്റാർ വാഴ. അങ്ങനെയൊക്കെ സന്തോഷങ്ങളായിട്ട് പോകുന്നു. കുറച്ച് കാടൊക്കെ കയറി ഒരറ്റത്തുനിന്ന് കാടെടുക്കുമ്പോൾ ഒരറ്റത്തുനിന്ന് കാട് വരും. ഇതൊരു മാവിൻ തൈയാണ്. പേരൊന്നും അറിഞ്ഞുകൂടാ. ഇത് സാമ്പാർ മുളക്. ഇത് വെണ്ടയ്ക്കയൊക്കെ നല്ല രീതിക്ക് നട്ടിട്ടുണ്ട്. ഇത് റോബസ്റ്റ കുലയാണ്. കുറച്ചൊക്കെ ഉള്ളു. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. പയർ ഇന്നത്തെ കിട്ടിയ പയറാണ്. ആദ്യമായിട്ടല്ല, 2-3 ദിവസം കഴിയുമ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ ഇതുപോലെ പയർ കിട്ടും.